നമസ്കാരം. കേരള കുരുക്ഷേത്രം വടകര നിയോജക മണ്ഡലത്തിൽ കേരളത്തിലെ തീപാറും പോരാട്ടങ്ങൾ നടക്കുന്ന എണ്ണപ്പെട്ട മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി വടകരയെയും വിലയിരുത്താം. ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ CPIM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയെ കാത്തിരിക്കുന്ന ജനവിധി എന്താണ്? JDU-വിലെ ആഭ്യന്തര കുഴപ്പങ്ങൾ അവരുടെ അടിതെറ്റിക്കുമോ? RMB വടകരയിലെങ്കിലും തങ്ങളുടെ സ്വാധീനം വെളിപ്പെടുത്തുന്ന രാഷ്ട്രീയ ഫലം പുറത്തു കാട്ടുമോ? BJP എന്ത് അത്ഭുതം കാത്തുവച്ചിരിക്കുന്നു? ഇതിനൊക്കെയുള്ള ഉത്തരം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തരണം. വടകരയിലെ ഈ ജനാവലിക്ക് മുൻപിൽ കേരള കുരുക്ഷേത്രം തുടങ്ങുകയാണ്. ശ്രീ PK ദിവാകരൻ CPIM-ന് വേണ്ടി നിലപാട് വിശദീകരിക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. ശ്രീ AT ശ്രീധരൻ JDU-വിന് വേണ്ടി സംസാരിക്കുന്നു. ശ്രീ E രാധാകൃഷ്ണൻ RMB-ക്ക് വേണ്ടി സംസാരിക്കുന്നു, ഉത്തരങ്ങൾ പറയുന്നു. അഡ്വക്കേറ്റ് രാജേഷ് കുമാർ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹവും ജനങ്ങളോട് സംവദിക്കാൻ നമ്മോടൊപ്പമുണ്ട്. ആദ്യം ശ്രീ PK ദിവാകരൻ, വടകരയെ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം ഒന്നാക്കുന്നത് RMB-യുടെ മത്സരം കൊണ്ടുകൂടി, അതായത് പ്രധാനപ്പെട്ട 4 മുന്നണികൾ ഇവിടെ മത്സരത്തിനുണ്ട് എന്നതുകൊണ്ടാണ്. CPIM നേതൃത്വം നൽകുന്ന LDF-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത്തവണ വിജയം ഇവിടെ നിലനിർത്തുക എന്നത് അഭിമാന പ്രശ്നവും കൂടിയാണ്. ഏതെങ്കിലും നിലയിൽ നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഘടകങ്ങൾ ഇവിടെ ഇലക്ഷനിൽ പ്രവർത്തിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ടോ? ഇതിനു മുമ്പ് 2 തെരഞ്ഞെടുപ്പ് ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം നടന്നു കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകും, ഓരോ ഘട്ടത്തിലും RMB-യുടെ വോട്ട് കുറഞ്ഞു വരുന്നതായിട്ടുള്ള ടെൻഡൻസിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയമല്ല, അത് കേരളത്തിൽ ഇതുപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ കേരളത്തിലാകെ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇടുക്കിയിലെ തങ്കമണിയിലെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ധാരാളം പ്രശ്നങ്ങൾ. അത്തരം പ്രശ്നങ്ങളെല്ലാം ഒരു തെരഞ്ഞെടുപ്പിൽ ഗണനീയമായ രൂപത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതിനപ്പുറം പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അതൊരു ഇഷ്യൂ ആയി ഏതെങ്കിലും ഒരു കക്ഷിക്ക് വിജയം നേടാവുന്ന നിലയിലേക്ക് പോകുന്നില്ല. ഇവിടെ UDF-ൻ്റെ സംസ്ഥാന ഭരണത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ ജനവിരുദ്ധ സമീപനങ്ങൾ, വികസന വിരുദ്ധ നിലപാടുകൾ, അവരുണ്ടാക്കി തീർത്തിട്ടുള്ള അഴിമതി തുടങ്ങിയിട്ടുള്ള എല്ലാ ജനവിരുദ്ധതക്കുമെതിരായി ജനം സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ പിഴുതെറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. JDU-വിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ആ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് എന്നത് പരമമായ ഒരു സത്യമാണ്. അതവിടെ നിൽക്കട്ടെ. കേവലം ടി പി ചന്ദ്രശേഖരൻ വധം എല്ലാ കാലത്തും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കൊണ്ട് വരിക എന്നത് സാധ്യവുമല്ല ഇവിടെയെന്ന് CPIM-ൻ്റെ പ്രതിനിധി വിശദീകരിക്കുന്നു. മാറ്റി നിർത്താം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് വികസനം അവകാശപ്പെടാനുണ്ട്. അതേ ഗ്രാവിറ്റിയിൽ തന്നെ നിങ്ങൾക്കെതിരായ ആരോപണങ്ങളും നിങ്ങൾക്കെതിരായ കൊള്ളയും അല്ലെങ്കിൽ സദാചാര പ്രശ്നങ്ങളും ഒക്കെ തന്നെയുമുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമ്പോൾ നിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നു എന്നതാണ് പ്രതിപക്ഷവാദം. തുടർ ഭരണം വീണ്ടും ആഗ്രഹിക്കുന്നു. ജനങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടി വന്നാൽ ഈ കേരളത്തിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, എത്രയോ കാലമായി വലിയ വലിയ വികസന പദ്ധതികളാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അവസാനമായി വന്നിരിക്കുന്ന കണ്ണൂർ ഇൻ്റർനാഷണൽ വിമാനത്താവളം ഉൾപ്പെടെ, വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ, കൊച്ചി മെട്രോ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ UDF-ൻ്റെ ഗവൺമെൻറ് കാലത്ത് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ പത്രം വായിക്കുക, വടകരയിലെ ജില്ലാ ആസ്പത്രിക്ക് 13 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് നീക്കിവെച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ പറഞ്ഞു ജനതാദൾ ഒരു തരത്തിൽ ആഭ്യന്തര പ്രശ്നവുമില്ല, ജനതാദൾ ഐക്യത്തോടു കൂടി താങ്കൾ അങ്ങനെ വിശദീകരിക്കുകയാണ്. RMB-യെ സംബന്ധിച്ചിടത്തോളം RMB സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആകെ തന്നെ പ്രസക്തമായ ഒരു പാർട്ടിയായിരുന്നില്ല. ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം വലിയ തോതിലുള്ള സെന്റിമെന്റ്സ് സംസ്ഥാനത്താകെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നതൊരു വസ്തുതയാണ്. ആ നിലയിൽ ഈ പാർട്ടി സംസ്ഥാനം ഒട്ടാകെ ചർച്ചയായപ്പെടുകയും പുതിയ ഘടകങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ സെന്റിമെന്റ്സിൻ്റെ കാലം കഴിഞ്ഞില്ലേ? ആ സെന്റിമെന്റ്സ് നിലനിൽക്കുമ്പോൾ പോലും നിങ്ങൾക്ക് കാര്യമായ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് നിങ്ങൾ ആത്മപരിശോധന നടത്തണം. ഇപ്പോൾ ഇവിടെ RMB-യുടെ രാഷ്ട്രീയ പ്രസക്തി എന്താണത് ചെയ്യാൻ പോകുന്നത്? അഴിമതിയുടെ കാര്യത്തിലായാലും വർഗീയതയുടെ കാര്യത്തിലായാലും വികസനത്തിൻ്റെ കാര്യത്തിലായാലും അഡ്ജസ്റ്റ്മെൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം തന്നെ അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇടതുപക്ഷം എന്ന് CPIM-നെ പറയാനേ കഴിയില്ല. ഇടതുപക്ഷമല്ലത്. ഫലത്തിൽ ഒരു വലതുപക്ഷം മാത്രമാണ് ഇവിടെ ഉള്ളത്. ആ ഒരു രാഷ്ട്രീയം ഒരു മിനിറ്റ്
ഒന്ന് അസഹിഷ്ണുത വേണം. നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്ന പരിപാടിയല്ല ഇത്. നിങ്ങൾ തമ്മിൽ ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അസഹിഷ്ണുത ഉണ്ടാവണം. സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാകണം. നിങ്ങൾക്ക് ചോദിക്കാൻ മൈക്ക് തരാം. തമ്മിൽ തർക്കിക്കരുത് പ്ലീസ്. ഒരു ഗുണ്ടാ സംഘത്തിന്റെ മോഡൽ സംസാരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. സഹിഷ്ണുത ഉണ്ടാവണം. അതില്ലാത്തത് കൊണ്ടാണ്, അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകം. ഈ രണ്ടുപേർ ആദ്യം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒച്ച വെക്കാനില്ല. ഇതൊരു മര്യാദയാണ്, ഒരു മര്യാദയാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. പറയാനുള്ള അവസരമില്ല. ഒന്ന് ശാന്തരായി. മര്യാദയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ രാഷ്ട്രീയം ഉയർത്തുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ കഴിഞ്ഞ 20 വർഷമായി ഒരു പറയാൻ കഴിയുന്ന ഒരു വികസനം ഈ വടകരയിലില്ല. അതിൽ 15 വർഷവും നാണുവട്ടനാണ് MLA. അദ്ദേഹം MLA ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. ഈ വടകരയിൽ 1957 മടപ്പള്ളി കോളേജ് വന്നതിന് ശേഷം ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം വടകരയിൽ ഉണ്ടായിട്ടില്ല. കെ ചന്ദ്രശേഖരൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് 1980 മുതൽ 96 വരെയുള്ള ആ സമയത്ത് പോളിടെക്നിക്കിൻ്റെ ഒരു സ്ഥാപനം വടകരയിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം ഉണ്ടായിട്ടില്ല. ഫാഷൻ ടെക്നോളജി, ടെക്സ്റ്റൈൽ ടെക്നോളജി ഉൾപ്പെടെയുള്ള നൂതനമായ ഉന്നത വിദ്യാഭ്യാസ മേഖല വടകരയില്ല. ആരോഗ്യരംഗത്ത് വടകര ജില്ലാ ആശുപത്രിയെ പറ്റി പറഞ്ഞു. ആ ജില്ലാ ആശുപത്രിയിൽ ഗൈനോക്കോളജി വിഭാഗം കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി പ്രവർത്തിക്കുന്നില്ല. സി രാജേഷ്, ഇക്കാര്യത്തിൽ ഒന്ന്, ഇവിടെ സിറ്റിംഗ് MLA ഇടതുപക്ഷത്തിനാണ്. നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നുവെന്ന് അവരവകാശപ്പെടുന്നു. വിജയസാധ്യത അവരുടെ കണക്കുകളിലൂടെ അവർക്ക് പറയാനുമുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ തുടർച്ചയ്ക്ക് വോട്ട് ചെയ്യണമെന്നാണ് അവരുടെ വാദം. ഈ രണ്ട് പ്രസക്തമായ വാദങ്ങൾക്കിടയിൽ നിങ്ങളുടെ പ്രസക്തി എന്താണ്? കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരാൾ MLA ആണ്. അതിന് മുമ്പിട്ട് വികസനം ഉണ്ടായത് 80-ലും 57-ലും കാലഘട്ടത്തിലാണ് സൂചിപ്പിച്ചു. അതിൽ കവിഞ്ഞ് ഞാൻ ആ വടകരയുടെ വികസനത്തെക്കുറിച്ച് പറയേണ്ട. വർഷങ്ങളായി വടകരയിൽ നേറുന്ന പ്രശ്നങ്ങളുണ്ട്. വടകരയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ഈ പരിഹരിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞു? 2, മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞൊരു പദ്ധതി, ബൃഹത് പദ്ധതിയാണ് വടകരയെ സംബന്ധിച്ചുള്ളത്. ഇന്ന് എവിടെ എത്തിയിട്ടില്ല. മഴക്കാലം വന്നു കഴിഞ്ഞാൽ വടകരയിലെ മാലിന്യം എന്താണെന്നുള്ളത് വടകര നഗരത്തിലെ ആൾക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റാത്ത, ഒരു വികസനവും നടത്തിക്കൊണ്ടുവരാൻ പറ്റാത്ത ഒരു മേഖലയായി മാറി. പ്രധാന കാരണം 2 മുന്നണികളിലും ആൾക്കാരുകൾ മത്സരിക്കാറുണ്ട്. പ്രധാന കക്ഷികൾ ഒന്നും തന്നെ ഇന്ന് വരെ വടകരയിലെ സീറ്റിൽ ഇതുവരെ പ്രധാന കക്ഷികൾ മത്സരിച്ചിട്ടില്ല. എല്ലാം ഘടകകക്ഷികൾ കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അറിയാം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. എല്ലാവർക്കും പ്രബലമായ കക്ഷികളെ ഉൾക്കൊള്ളുന്ന 2 മുന്നണികളും ഒരു തവണ പോലും അവരുടെ സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് മത്സരിച്ചോ ആ മത്സരിച്ച് ജയിച്ചു പോകുന്ന ആൾക്കാരുടെ പ്രാധാന്യത്തെ അനുസരിച്ചിട്ട് വടകരയെ കണ്ടിട്ടില്ല. അതാണ് ഇതിന് വടകരയുടെ ശാപം. ആ തരത്തിൽ പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ട്. താങ്കളുടെ മറുപടിക്ക് ശേഷം ചോദ്യോത്തരത്തിലേക്ക് പോകാം. 1, ആരോഗ്യ മേഖലയിൽ നിങ്ങൾ എന്ത് കൊണ്ടുവന്നു? വർഷം 15 നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. 2, മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? 3, കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിച്ചോ? വർഷം 15 ഉണ്ടായിരുന്നു. ഈ വടകര പട്ടണം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നേരിടുന്ന മുഖ്യ പ്രശ്നമാണ് കുടിവെള്ളം. ആഴ്ചയിലും 2 ആഴ്ച കൂടുമ്പോൾ മാത്രം കിട്ടിയിരുന്ന കുടിവെള്ളം യൂഡിസ്മാറ്റ് പദ്ധതിയിലൂടെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെ, നാണുവെട്ടന്റെ ഇടപെടലിലൂടെ ഈ മണ്ഡലത്തിനകത്തെ ഈ കുടിവെള്ളക്ഷാമത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യൂഡിസ്മാറ്റ് പദ്ധതിയിലൂടെ 21 കോടി രൂപ ചെലവഴിച്ച് ഗുളികപ്പുഴയിൽ നിന്ന് വെള്ളം വടകര മുനിസിപ്പാലിറ്റിക്കകത്ത് എത്തി ആളുകളുടെ വീട്ടിലെത്തിച്ചു. ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താ? ഗുളികപ്പുഴയിൽ വെള്ളം താഴ്ന്നതിനനുസരിച്ച് ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നത്തിന് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് 2 കോടി രൂപ നീക്കിവെച്ചു മുനിസിപ്പാലിറ്റി. ആ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതോടെ ശാശ്വതമായ കുടിവെള്ളം, ഉപ്പുവെള്ളം കയറാത്ത കുടിവെള്ളം കിട്ടുന്ന ഒരു മുനിസിപ്പാലിറ്റിയായി വടകര മാറുകയാണ്. മാലിന്യ പ്രശ്നത്തിന്റെ ഭാഗമായി പുതിയാപ്പ് ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി 66-ൽ രൂപീകൃതമാകുന്ന കാലത്ത് കോരിക്കൊണ്ടുവിട്ട എല്ലാ ചപ്പ് ചവറുകളും മാലിന്യങ്ങളും നീക്കം ചെയ്ത് 72% മാലിന്യം നീക്കം ചെയ്തു. ഈ ജൂൺ മാസത്തെ മഴയ്ക്ക് മുമ്പ് ബാക്കി നീക്കം ചെയ്യും. ഈ മാലിന്യം നിറഞ്ഞ വടകര എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്ന നടപടി ഉണ്ടായില്ലേ? MLA നിലയ്ക്ക് കുടിവെള്ള പദ്ധതിയിൽ നാണോട്ടൻ്റെ ഒരു സംഭാവനയും ഈ കാര്യത്തിൽ വടകരയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോലും നമുക്കറിയാം, കുടിവെള്ളത്തിന് ഏറ്റവും വലിയ രൂക്ഷമായ പ്രതിസന്ധിയാണ് വടകരയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാണോട്ടൻ MLA ആയിട്ട് പോലും
വടകരയിൽ അദ്ദേഹത്തിൻ്റെ ആയ ശ്രമഫലമായി ഒരു പദ്ധതികൾ പോലും ഈ ആരോപണം താങ്കൾ ആവർത്തിക്കുകയാണ്. ജനകീയ പ്രശ്നങ്ങൾ നടത്തിയെന്ന ഉത്തരം ഇദ്ദേഹം പറയുകയാണ്. അതിനായിട്ടില്ല. ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പറയട്ടെ, മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ നേതൃത്വം LDF-ന്റെ ഗവൺമെന്റാണ്. ആ LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പോലും ഈ വടകരയുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനോ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനോ ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല. പാലോളി പാലത്തെ ജനങ്ങൾ ഇപ്പോഴും മാലിന്യ പ്രശ്നങ്ങളുമായി മുന്നോട്ട് നിന്നിരിക്കുന്നു. പ്രതിനിധിയോടുള്ള ചോദ്യം, നിങ്ങൾ ഇവിടെ LDF-നും UDF-നും വിരുദ്ധമായി ഇടതുപക്ഷം, നിങ്ങളൊരു പുതിയ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ധാരയങ്ങൾ സൃഷ്ടിക്കും. ഒഞ്ചിയം പഞ്ചായത്തിനകത്ത് നിങ്ങൾ എന്താ ചെയ്ത് ലീഗിനെ കൂട്ടി ഭരിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അതാണ് താങ്കളുടെ ചോദ്യം. ഒഞ്ചിയത്തെ മാതൃകയാണോ നിങ്ങൾ ഇടതുപക്ഷ ബദലെന്ന പേരിൽ കാണിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പറ്റ പഞ്ചായത്ത്. ഇല്ല. ഒഞ്ചിയത്തിന്റെ മറുപടി പറഞ്ഞിട്ട് പ്രത്യാരോപണം മതി. അല്ല, നിനക്കിത് പറഞ്ഞേറ്റേ പറയണോ? ലീഗ് പിന്തുണയോടുകൂടി CPM ഭരിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ പൈവിളക പഞ്ചായത്തിൽ ലീഗ് പിന്തുണയോടുകൂടി CPM ഭരിക്കുന്നു. വിമർശിക്കുകയാണ് ആ CPM. ചോദ്യം ചോദിച്ചാൽ ഉത്തരം കേൾക്കണം. ഓക്കെ 17 വാർഡുകളുണ്ട്. 17 വാർഡുകളിൽ 7 വാർഡാണ് CPM ജയിച്ചത്. CPIM-ന്റെ ശക്തി കേന്ദ്രമായ ഒഞ്ചിയത്ത്. എന്റെ ചോദ്യം അതല്ല. ഞാൻ പറയട്ടെ. താങ്കൾ പറഞ്ഞ പോലെ പശ്ചിമ ബംഗാളിൽ സഖ്യമുണ്ടാക്കി, മലപ്പുറത്ത് സഖ്യമുണ്ടാക്കി. ഈ നിലയിൽ നിങ്ങൾ വിമർശിക്കുകയാണ് CPM-നെ. ആ CPM-ന് ബദൽ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒഞ്ചിയത്ത് ഈ പണി കാണിച്ചാൽ എങ്ങനെയാണ്? അതിനുത്തരം പറയും. ജനങ്ങളുടെ CPM-നെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത് ജനങ്ങളുടെ ആഗ്രഹമാണ്. BJP സ്ഥാനാർത്ഥിയോടാണ് ചോദ്യം. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ബീഫ് നിരോധിച്ചിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥി രാജേഷിനോട് എന്റെ ചോദ്യം, വടകര മണ്ഡലത്തിൽ 80% ആളുകളും ഞങ്ങൾ ബീഫ് കഴിക്കുന്നവരാണ്. ബീഫ് കഴിക്കുന്ന വോട്ടർമാരുടെ വോട്ട് വേണമോ വേണ്ടയോ എന്ന് രാജേഷ് ഇവിടെ പ്രഖ്യാപിക്കണം. നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇത്തരം അസഹിഷ്ണുത പരിപാടികൾ, ഇതാണ് നിങ്ങളുടെ മോഡലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് ചെയ്യും? BJP ആരോടും തന്നെ ഇന്ന ജാതി കാസ്റ്റ് ക്രീഡ് പൊളിറ്റിക്സ് അല്ലെ ഇന്ന ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ വോട്ട് വേണ്ട എന്ന് BJP പറഞ്ഞിട്ടില്ല. LDF വന്നാൽ ക്ഷേമ പെൻഷനുകൾ, അതുപോലെ തന്നെ ഭവന പദ്ധതികൾ, അതുപോലെ തന്നെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ, ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം, ഇതിനകത്ത് LDF അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും കൊണ്ടുവരിക? ഈ വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലെത്തി ജൂൺ മാസം മുതൽ 1000 രൂപ പെൻഷൻ കൊടുക്കും. അത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നേരിട്ട് വീട്ടിലെത്തിക്കും. അതുപോലെ ഭവന പദ്ധതി, EMS എന്നുള്ള പേരിൽ ഒരു ഭവന പദ്ധതി തുടങ്ങിപ്പോയത് കൊണ്ട് മാത്രം UDF ആ പദ്ധതി നിർത്തലാക്കി കളഞ്ഞു. പകരം എന്ന പദ്ധതി വരണ്ടേ? ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഒരു പദ്ധതി കൊണ്ടുവരാമായിരുന്നില്ലേ? ഒരു പദ്ധതിയും കൊണ്ടുവന്നില്ല. ഇവിടെ ആ പദ്ധതികളൊന്നും നടപ്പിലാക്കാത്തതിന്റെ ഭാഗമായുള്ള പ്രതിസന്ധി പരിഹരിക്കണം. അതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പുതുവർഷം ഈ പറയുന്ന ഭവന പദ്ധതി കൊണ്ടുവരും. ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാവലി സ്റ്റോറിലൂടെ 14 ഇനം സാധനങ്ങൾക്ക് വില കയറാതെ 5 വർഷക്കാലം വിതരണം ചെയ്യുന്ന കേരളം ഇന്ത്യക്ക് മാതൃകയാകുന്ന ഭരണം തിവാരമാശ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അടച്ചുപൂട്ടിയിരിക്കുന്ന 700ഓളം ബാറുകൾ ഇത് തന്നെയാണ്. ആ അന്വേഷണം തെറ്റാണെന്നാണ് നിങ്ങളുടെ ഭാഷ്യം. അങ്ങനെയാണെങ്കിൽ CPM മുന്നണി അധികാരത്തിൽ വന്നാൽ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം CBIക്ക് അന്വേഷണത്തിന് വിടുമോ? വടകരയിൽ ഏത് ബാറാണ് പൂട്ടിയത്? ഇനി ഈ ബാറുകളിൽ കൈയടിക്കുന്നതിന് മുമ്പ് ഈ ബാറുകളിൽ വിതരണം ചെയ്യുന്ന വീര്യം കൂടിയ മദ്യം വിൽപ്പന നടത്തേണ്ടതില്ല എന്ന് UDF സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്.
ആ തീരുമാനം അതുപോലെ തുടരും. ഇവിടെ ഘട്ടം ഘട്ടമായി മദ്യം ഇല്ലാതാക്കും, മദ്യ നിരോധനം നടപ്പിലാക്കും. എന്നിട്ട് ഇന്നലെ എന്തിനാ 6 ബാർ തുറന്നു കൊടുത്തത്? ഈ അന്വേഷണത്തിനകത്ത് യാതൊരു എതിർപ്പും ഇല്ല. ഈ കോടതി വിധിയൊക്കെ ഞങ്ങൾ മാനിച്ചു. ഇതിന്റെ ഭാഗമായി ഒരു ഇന്ത്യൻ പൗരന് ജുഡീഷ്യറിക്കകത്ത് ഈ ഇത്തരം കേസുകൾ വരുമ്പോൾ എന്തെല്ലാം അധികാരമുണ്ടോ ആ അധികാരങ്ങളെല്ലാം നടത്തിപ്പോവാണ്. ഇനി CBIക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിലവിലുള്ള ഈ കേസ് പരിശോധിച്ച് സർക്കാരാണല്ലോ. സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുമ്മനത്തിനെ കണ്ട് തീരുമാനം എടുപ്പിക്കാൻ പോവുകയാണ്. CBI കൊടുത്തേ. എനിക്ക് ചോദിക്കാനുള്ളത് CPMന്റെ പ്രതിനിധിയോടാണ്. അപ്പോ ചോദിക്കട്ടെ. പിന്നെ ഒരു കാര്യം, ഏതൊരു മുന്നണിയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാവും. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് വളരണം അല്ലെങ്കിൽ തുടരണം, ഈ ഭരണം നാട് വളരണം. പക്ഷെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇടതുപക്ഷം. ഇവിടെ കാസർഗോഡ് എത്തിയാൽ സ്വാമി വിവേകാനന്ദനെയും, മലപ്പുറത്തെത്തിയാൽ സദ്ദാം ഹുസൈനെയും, ഇവരും മുദ്രാവാക്യം കാണുന്നത് ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്നുള്ള രീതിയിൽ ബോർഡ് വെച്ചുകൊണ്ട് ഒരു ബോർഡ് തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ മതമില്ലാത്തവനുണ്ട്, പല രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലായില്ല. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, പിന്നെ മുസ്ലിങ്ങൾ എന്ന ബോർഡ് വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയട്ടെ. പ്രസംഗിക്കണ്ട. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്ന ബോർഡുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? കേരള ജനതയോട് പറഞ്ഞാൽ പോരെ? അതാണ് സിമ്പിൾ. അതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ റെലവന്റായ പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കൂ. ആകെ 1 മണിക്കൂറേ ഉള്ളൂ. ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. എന്തെങ്കിലുമൊക്കെ ചോദിക്കല്ലേ? താങ്കളുടെ ഉത്തരം. ഇവിടെ 5 വർഷക്കാലത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ വർഗീയമായ രൂപത്തിലുള്ള പല ഇടപെടലുകളും ഭരണത്തിൽ നടന്നിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധങ്ങളായ ഇടപെടലുകൾ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മനസ്സിൽ മതേതര ചിന്ത ഉളവാക്കുന്ന നടപടി സ്വീകരിക്കാൻ ഈ നിലയിലുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളി ഒരു ഭാഗത്ത് ജാതീയത പറഞ്ഞു നടക്കുക, അതുപോലെ മറ്റ് മുസ്ലിം അതുപോലെ ക്രിസ്ത്യൻ സംഘടനകൾ വ്യത്യസ്തമായ രൂപത്തിൽ ഈ വർഗീയത പ്രചരിപ്പിക്കുന്നതിൽ വലിയ രൂപത്തിൽ ഇടപെടുക. അതിനൊക്കെ സർക്കാരിന്റെ സഹായമാണ്. തൊഗാഡിയ വന്ന് പ്രസംഗിച്ച കേസ് പിൻവലിച്ചു കൊടുത്ത ഉമ്മൻചാണ്ടിയ കേരളത്തിൽ. അപ്പൊ കേരളത്തിലെ ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇങ്ങനെയെല്ലാം പ്രോത്സാഹനം സർക്കാരിന്റെ ഭാഗത്ത് നടത്തുമ്പോൾ ഇത് തെറ്റാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ ചിത്രം കാണിച്ച് പറയുന്നത് മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കാനാണ്. ദിവാകരൻ മാഷോടാണ് ചോദ്യം. ദേശീയ അടിസ്ഥാനത്തിൽ ജനതാദൾ ഐക്യമുണ്ടായാൽ CK നാണുവേട്ടൻ ഇവിടെ നിന്ന് വിജയിച്ച് ജനതാദളിന്റെ ഭാഗമാവുകയും അയാൾ UDFന്റെ ഭാഗമായാൽ നിങ്ങൾ അയാളെ വെട്ടിക്കൊല്ലോ അല്ലെ ബോംബെറിഞ്ഞു കൊല്ലോ. നേരത്തെ MK പ്രേമനാഥൻ ചെയ്തു. ഇങ്ങനെ കുറെ ആളുകൾ അബ്ദുള്ള കുട്ടിയെ പോലുള്ള ആളുകളൊക്കെ CPM പോയിട്ടുണ്ട്. അവരെ ആരെയും വെട്ടിക്കൊന്നിട്ടില്ല സുഹൃത്തെ. 94 മുസ്ലിം വീടുകൾ തെരഞ്ഞു പിടിച്ചു കൊന്നു. അതിൽ 94 മുസ്ലിം വീട് അതിനെ CPM അംഗീകരിക്കുന്നുണ്ടോ? 94 ഈ റിപ്പോർട്ട് അടക്കം നാദാപുരം തൂണേരി CPM പിന്നെ 94 BJPയെ കൂട്ടുപിടിച്ച് ചോദ്യം ഇതാണ്. നാദാപുരം കേൾക്കണം. വെള്ളൂരിൽ ഡസൻ കണക്കിന് വീടുകൾ വെള്ളൂരിൽ തീവച്ച് നശിപ്പിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. ഒരു വികാരത്തിന്റെ ഭാഗമായി അവിടെ നടന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കാത്ത രൂപത്തിൽ അങ്ങേയറ്റത്തെ തെറ്റായ നിലപാട് കുറെ ആൾ വികാരപരമായി അവിടെ സ്വീകരിച്ചു. അത് തന്നെ ചന്ദ്രശേഖരൻ മരിച്ചപ്പോൾ ഒഞ്ചിയത്തുണ്ട 82 വീട് തകർത്തു. രണ്ടും ശരിയല്ല. പക്ഷേ ഇതിലല്ല ആരെയാ പിടിച്ചത്? CPM-കാര് മാത്രമല്ല, CPM-കാര് നിങ്ങൾക്ക് FIR ഹാജരാക്കി തരാം. BJP-കാരൻ പ്രതിയാണ് സുഹൃത്തെ. BJP-കാരൻ പ്രതിയാണ്, കോൺഗ്രസ്സുകാരൻ പ്രതിയാണ്, CPM-കാരൻ പ്രതിയാണ്. കുറുന്തോണിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു DYFI പ്രവർത്തകൻ 2 മണിക്ക് ഇവിടെ നിൽക്കുമ്പോൾ 12 മണിക്ക് അവിടെ പുരക്ക് തീ കൊടുത്തു എന്നാ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് കള്ളക്കേസുകളാ പല ആളുടെ പേരിലും. അതുകൊണ്ടാണ് പോലീസ്
ഈ കേസ് രജിസ്റ്റർ ചെയ്തപ്പോ എങ്ങനെ BJP-ക്കാരൻ വന്നു? ആ ഉത്തരം കഴിഞ്ഞു. താങ്കളുടെ ചോദ്യം BJP-ക്കാരൻ വന്നു. രണ്ടാമത്തെ കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. അതിന് പകരം കേസ് തള്ളിക്കളയാനുള്ള പണിയാ ചെയ്തത്. എന്റെ പഴയ നേതാവ് AT ശ്രീധരനോടാണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്. നിങ്ങൾ ഫസ്റ്റ് കയറി വന്നപാട് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ വികസനത്തിന് വേണ്ടി വോട്ട് നൽകണമെന്ന്. ഉമ്മൻചാണ്ടി ഏത് വികസനമാണ് ഇവിടെ കൊണ്ടുവന്നത്? കണ്ണൂർ വിമാനത്താവളം വിമാനം ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഹെലികോപ്റ്ററാണ് ഇറങ്ങിയത്. ഹെലികോപ്റ്റർ ഇറങ്ങണമെങ്കിൽ വിമാനത്താവളം വേണ്ടിയില്ല, കുഞ്ഞിപ്പള്ളി മതി. രണ്ടാമത് പറഞ്ഞത് പിന്നെ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 13 കോടി റുപ്യ കൊടുത്തു എന്ന്. അത് നാനോട്ട് ഇടപെട്ട് കൊടുത്താണ്, അല്ലാതെ കോൺഗ്രസ്സാറോ ലീഗാറോ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുത്തതല്ല. ഈ രാജ്യത്തിന് മാതൃകയായ വികസന പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത്. അതിൻ്റെ പേരിൽ അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന വിഷയം. അതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി പറയട്ടെ, സുഹൃത്തെ പറയാൻ സമ്മതിക്ക്, ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അവാർഡുകൾ വാങ്ങിയ ഈ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയെ ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മാത്രമാണ്. നമുക്കറിയാം എത്രയോ രോഗികൾ, ക്യാൻസറായിരിക്കുന്ന രോഗികള്, എത്രയോ രോഗികള് ഈ കാരുണ്യ പദ്ധതിയിൽ കൂടി കോടിക്കണക്കിന് രൂപ ജനങ്ങളിലേക്ക് എത്തിച്ചത് നമുക്കറിയാം. ഇന്ന് സാൻജിയോ മാർട്ടന് അഴിമതി നടത്തുന്നതിന് കൂട്ടുനിന്നൊരു ഗവൺമെന്റാണ് LDF-ന്റെ ഗവൺമെന്റ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അതല്ല ചെയ്തത്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാരുണ്യ പദ്ധതി നടപ്പിലാക്കി ആയിരക്കണക്കിന് ആളുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ചികിത്സാ പദ്ധതി ഇന്ന് ജനങ്ങൾ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം. അതാണ് മറുപടി. ഉമ്മൻചാണ്ടി കൊച്ചി മെട്രോ റെയിൽ ഓടിച്ചതാണ്. നിങ്ങൾ നടപ്പാക്കില്ല. 5 കൊല്ലം വെറുതെ കുത്തിരിഞ്ഞ് എന്നിട്ട് ഡോണിയർ വിമാനം പണിപൂർത്തിയാവാതെ ഒരു കൂടെ എടുത്തിട്ടാലും അതാണ് നിങ്ങൾ തമ്മിലുള്ള തർക്കമല്ല ഈ പരിപാടി. UDF-ന്റെ പ്രതിനിധിയോട് RMPയും UDF-ഉം ഭരിച്ചുകൊണ്ടുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ഒരു ഡോക്ടർമാരുമില്ല. കഴിഞ്ഞ VS ഭരിക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ഡോക്ടർമാരും ആളുകൾ വരുത്തും പ്രസവം വരെ നടന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇപ്പോൾ അവിടെ ഒന്നുമില്ലാത്ത സ്ഥിതിയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന UDF ഭരണസമിതിയാണ്. അവിടെ പറയട്ടെ സുഹൃത്തെ, അവിടെ RMPയുടെ പിന്തുണ നേടിയിട്ടില്ല. നേടാൻ പറയാൻ സമിതിക്ക് ഇല്ലാതെയാണ് അവിടെ ആരോഗ്യ മേഖലയിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം. UDF-ന്റെ പ്രതിനിധി AT ശ്രീധരൻ കഴിഞ്ഞ വർഷം UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന MK പ്രേമനാഥിനെ തോൽപ്പിക്കാൻ മനഃപൂർവ്വം പണിയെടുത്ത് എന്ന് നിങ്ങളുടെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ മനയത്തി ചന്ദ്രനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിലെ ഔചിത്യം എന്താണ്? മനയത്തി ചന്ദ്രൻ MK പ്രേമനാഥിനെ തോൽപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഒന്ന് ഞാൻ പറയട്ടെ സുഹൃത്തെ, ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുമില്ല. അങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് പത്രങ്ങളും വ്യാജമാണ്. പാർട്ടിയുടെ പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ വളരെ വ്യക്തമായി പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. ശ്രീ ഉമ്മൻചാണ്ടി 2011-ലും 2013-ലും കേരളത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ കേരളത്തിന്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാർ അടക്കമുള്ള ആളുകൾ ആ വേദികൾ പങ്കെടുക്കുകയും അതിൽ നിന്ന് ആനുകൂല്യങ്ങൾ തന്റെ മണ്ഡലത്തിലുള്ള ആളുകൾക്ക് ലഭ്യമാക്കുകയും ചെയ്ത വലിയ പദ്ധതിയായിരുന്നു. എന്നാൽ 2015-ൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ വഴിയിൽ തടയുകയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി നടത്തുന്നത് കേരളത്തിലെ സർക്കാരിന്റെ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് ദുരിതം പേറുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി 1961-ലെ സർക്കാർ
നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഫണ്ടിൽ നിന്ന് വില്ലേജ് ഓഫീസർക്ക് നിങ്ങൾ അപേക്ഷ കൊടുത്താൽ തഹസിൽദാർക്ക് കൊടുത്ത് അത് കളക്ടർ പാസാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത് എല്ലാ മന്ത്രിസഭയുടെ കാലത്തും കൊടുത്തിട്ടുണ്ട്. അത് താലൂക്ക് ഓഫീസിൽ വില്ലേജ് ഓഫീസിലോ കിട്ടുന്ന ഒരു കാര്യം കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് ആളുകളെ മുഴുവൻ വലിച്ചു കൊണ്ടുപോയി അവിടെ നിന്ന് ഈ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു രാജഭരണകാലത്തെ പോലെ ഒരു മുഖ്യമന്ത്രി നടത്തിയ പൊറാട്ട് നാടകമാണ്. വടകര മണ്ഡലത്തിലെ കേരള കുരുക്ഷേത്രം പൂർണ്ണമാവുകയാണ്. ഈ ചർച്ചയുടെ സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട് എന്താണ് ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരിന്റെ സ്വഭാവം എന്നും. വിധി വരാൻ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.